തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക ചോദ്യം മനസ്സിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഈ ഭൂമിയിൽ ഇതുവരെയും ജീവിച്ച ഒരാളും ശരീരത്തിന് പുറത്ത് ഹൃദയവുമായിട്ട് ജീവിച്ചിട്ടില്ല. ഒരാളും. ശാസ്ത്രം അങ്ങനെ ഒരു മാർഗം ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല. എല്ലാവരുടെയും ഹൃദയം ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഗൗരവമായ ചോദ്യം ഈശോയുടെ ചിത്രം വരച്ചപ്പോൾ എന്തുകൊണ്ട് ഹൃദയം ശരീരത്തിൻ്റെ പുറത്ത് വരച്ചു ചേർത്തു? അത് ഉള്ളിലല്ലേ ഇരിക്കേണ്ടത്? പിന്നെ അതെങ്ങനെ പുറത്തു വന്നു? അത് നമ്മളെ മനോഹരമായിട്ടുള്ള ഒരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയത്തിന് ഉള്ളിലിരിക്കാനാവില്ല. അതെപ്പോഴും ഉരുകി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. കരുണയെന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഹൃദയമല്ല. ഉള്ളിലിരിക്കുന്ന ഹൃദയം ഉരുകി ഉരുകി പുറത്തു വരുന്ന ആത്മീയതയുടെ പേരാണ് കരുണയെന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം ശരീരത്തിന് പുറത്തുള്ള ആ മനോഹര ചിത്രം നമ്മുടെ കൺമുന്നിൽ നിറയുന്നത്. ശരിക്കും ഈശോയുടെ ഹൃദയം എവിടെയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഈശോ നോക്കുമ്പോൾ അത് കണ്ണുകളിലാണെന്ന് തോന്നും. ഈശോ തൊടുമ്പോൾ വിരൽത്തുമ്പിലാണെന്ന് തോന്നും. അതുകൊണ്ട് ഷേക്സ്പിയർ പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്. വിശുദ്ധന്മാരാരും ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഖിന്നതയും എനിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹീസ് എ മാൻ ഹു ഹാസ് ഗോട്ട് ഹാർട്ട് ഇൻ ദ ഫിംഗർ. വിരൽത്തുമ്പിൽ ഹൃദയമുള്ള മനുഷ്യനാണ് ഈശോ. എത്ര മനോഹരമായ നിർവചനമാണ് അത്! ഈശോയുടെ കരുണയെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ്. ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത് എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. വലിയ അസ്വസ്ഥതയും ദുഃഖവുമൊക്കെ ഉണ്ടാകുമ്പോൾ പരക്കം പായേണ്ട കാര്യമേ ഇല്ല. നിങ്ങളുടെ മുറിയിൽ തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ടോ? എങ്കിൽ ആ ചിത്രത്തിൻ്റെ മുൻപിൽ ഒന്ന് നിശബ്ദമായിട്ട് ഇമ വെട്ടാതെ ആ ഹൃദയത്തിലേക്ക് നോക്കിയിരിക്കൂ. ആ ഹൃദയം ഉരുകുന്നത് നിങ്ങൾ കാണും. അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെ വലിയൊരു കനൽ ഇല്ലാതാകുന്നത്, വലിയൊരു മഞ്ഞ് ഉരുകിത്തീരുന്നത് നിങ്ങൾ അനുഭവിക്കും. എന്നാൽ പിന്നെ നമുക്ക് ആ ഹൃദയത്തിലേക്ക് നോക്കാം, ഇമ വെട്ടാതെ.